തകർന്ന റോഡുകൾ, കത്താത്ത തെരുവുവിളക്കുകൾ. ആലങ്കോട് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ UDF ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. കോക്കൂർ പാലച്ചുവട്ടിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വളയംകുളം സെന്ററിൽ സമാപിച്ചു. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. MK അൻവർ അധ്യക്ഷനായി. PT ഖാദർ, PP യൂസഫ് അലി, സക്കീർ ഒതളൂർ എന്നിവർ സംസാരിച്ചു. രഞ്ജിത്ത് അഡാട്ട് സ്വാഗതവും ഹുറൈർ കൊളക്കാട് നന്ദിയും പറഞ്ഞു. ഗ്രാമീണ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച വളയംകുളം ചാലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സാധ്യമായ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ കർശന നിലപാടിന്റെ ഭാഗമായി എടപ്പാൾ വാട്ടർ അതോറിറ്റി AEയുമായി നടത്തിയ അടിയന്തര കൂടിക്കാഴ്ചയിൽ വളയംകുളം ചാലശ്ശേരി റോഡിന്റെ പൈപ്പിടലിനായി പൊളിച്ച ഭാഗങ്ങൾ അടുത്ത ദിവസം തന്നെ മുഴുവൻ കുഴികളും തീർത്ത് അപകടാവസ്ഥ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയതായി ആലങ്കോട് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ഭാരതത്തിലെ സ്ത്രീകൾക്ക് എല്ലാ കാലത്തും സ്വൈര്യമായി ജീവിക്കാൻ അവസരമൊരുക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ പ്രസ്താവിച്ചു. ദേശീയതയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും കുഴിച്ചുമൂടുന്ന വർഗീയ ഫാസിസ്റ്റുകളായ BJPയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് വട്ടംകുളത്ത് മണ്ഡലം മഹിളാ കോൺഗ്രസ് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മണ്ഡലം പ്രസിഡന്റ് N രഞ്ജുഷ അധ്യക്ഷയായി. പൊന്നാനി തീരദേശ മേഖലകളിലെ ഒട്ടുമിക്ക റോഡുകളും തകർന്നു കിടക്കുമ്പോൾ തീരദേശത്ത് ചിലവഴിക്കേണ്ട ഫണ്ട് ജില്ലയ്ക്ക് പുറത്തേക്ക് വരെ വഴിവിട്ട് അനുവദിച്ച നടപടിയെ ചോദ്യം ചെയ്ത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഹാർബർ വകുപ്പ് എഞ്ചിനീയറെ ഉപരോധിച്ചു. 10 വർഷത്തിനുള്ളിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തീരദേശ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളെപ്പറ്റിയും വിജിലൻസ് ഡയറക്ടർ അന്വേഷണം നടത്തണമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അസമിൽ പാവപ്പെട്ടവരെയും ന്യൂനപക്ഷങ്ങളെയും കുടിയൊഴിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, ജീവിക്കാനുള്ള അവകാശം, സ്വാഭാവിക നീതിയും സംരക്ഷിക്കുക എന്നിവ ആവശ്യപ്പെട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി SDPI ചങ്ങരകുളം മേഖലാ കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അഷ്റഫ് പാവിട്ടപ്പുറം, ജാഫർ കക്കിടിപ്പുറം, റഷീദ് പെരുമുഖ്, ഹംസ നർണിപ്പുഴ, സുബൈർ ചങ്ങരകുളം, VP അബ്ദുൽ ഖാദർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവന പിണറായി വിജയന്റെ ഒത്താശയോടെയാണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗ് എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഒരുക്കം 2025 കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റഫീഖ് പിലാക്കൽ അധ്യക്ഷനായി. നമ്മുടെ ഭൂമി നമ്മുടെ ഉത്തരവാദിത്വം എന്ന ശീർഷകത്തിൽ സംസ്ഥാന വ്യാപകമായി SYS ആചരിക്കുന്ന പരിസ്ഥിതി ക്യാമ്പയിനിന്റെ ഭാഗമായി SYS എടപ്പാൾ സോൺ കൃഷിപ്പാട പരിശീലനം സംഘടിപ്പിച്ചു. മുഹമ്മദ് കോട്ടക്കൽ ക്ലാസിന് നേതൃത്വം നൽകി. യുവതയുടെ വായനാ വിപ്ലവം തീർക്കുന്നു എന്ന തലവാചകത്തിൽ നടക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം മുഖപത്രം സുന്നി വോയിസ് ക്യാമ്പയിന്റെ ഭാഗമായി എടപ്പാൾ സോൺ നേതൃസംഗമം മാണൂർ മനാറുൽ ഹുദയിൽ സംഘടിപ്പിച്ചു. സോൺ പ്രസിഡന്റ് നജീബ് അഹ്സനിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ SYS ഫിനാൻസ് സെക്രട്ടറി യാക്കൂബ് വിഷയാവതരണം നടത്തി. ആസിഫ് തണ്ടിലം ഉദ്ഘാടനം ചെയ്തു. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ.